everyone. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നോൺ ലീനിയർ എക്സാക്ട് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഇത് നോൺ ലീനിയർ ആണ് ബട്ട് എക്സാക്ട് ആണ്. ഈ ടൈപ്പ് ഓഫ് ഇക്വേഷന് ഒരു ജനറൽ പ്രൊസീജിയർ ഒന്നുമില്ല. ദർ ഈസ് നോ ജനറൽ പ്രൊസീജിയർ ഫോർ ഡൂയിങ് ദിസ് ടൈപ്പ് ഓഫ് പ്രോബ്ലം. നമ്മൾ ആക്ച്വലി ഇതൊരു ട്രയൽ ആൻഡ് എറർ മെത്തേഡിലാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമ്മൾ വി റീഅറേഞ്ച് ദ ഇക്വേഷൻസ് so that all the terms containing y or its derivatives are on the left hand side, and then check to see whether the equation is exact by attempting to write the LHS as a simple derivative. ഒന്നും പറഞ്ഞു തരാനില്ല, ഒരു പ്രത്യേക പ്രൊസീജിയർ ഒന്നുമില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ജസ്റ്റ് നമ്മൾ നോക്കുക, മനസ്സിലാക്കുക, നമുക്ക് തന്നിരിക്കുന്ന ടേംസ് ഏതെങ്കിലും ഡെറിവേറ്റീവ് ആണോ നോക്കുക, എന്നിട്ട് റീറൈറേഞ്ച് ചെയ്ത് ആ പ്രോബ്ലത്തിൽ മുന്നോട്ട് പോകുക എന്നുള്ള ഒരു ഐഡിയ മാത്രമേ ഇവിടെ ഉള്ളൂ. അതിന് വേണ്ടിയിട്ട് നമ്മൾ വൈയുടെ ടേംസും അതിന്റെ ഡെറിവേറ്റീവ് ഉൾക്കൊള്ളുന്ന ടേംസുകളെല്ലാം ഇക്വേഷന്റെ ഒരു സൈഡിലോട്ട് കൊണ്ടുവന്നിട്ട് അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഏതിന്റെങ്കിലും ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുക. ഈ പ്രൊസീജിയർ തന്നെ എന്ത് ചെയ്തു പോകും, കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവസാനം സൊല്യൂഷൻ എത്തും. ഓക്കെ, അപ്പോ നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിനൊരു അതിനെ പറഞ്ഞ ഒരു സ്പെഷ്യൽ പ്രൊസീജിയേഴ്സ് ഒന്നും ഇല്ല. സോ കൺസിഡർ ദ ഇക്വേഷൻ 2y d cube y by dx cube plus 6 dy by dx d square y by dx square is equal to x. Okay, ഇത് നമുക്ക് സോൾവ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ ആദ്യത്തെ രണ്ട് മെത്തേഡും ഇതിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ y ടേമും മിസ്സിംഗ് അല്ല, എക്സ് ടേമും മിസ്സിംഗ് അല്ല, റൈറ്റ്? ദെൻ ഇതിന്റെ ഡിഗ്രി എന്തല്ല, 1 അല്ല, ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ല, ഈ ടേമിന്റെ ഡിഗ്രി 2 വരുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ നമ്മൾ പഠിച്ച മെത്തേഡ്സ് ഒന്നും അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇത് എന്ത് ചെയ്യാൻ നോക്കാം, നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻസിന് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് നോക്കാം. ഓരോ ടേം നോക്കുക, പ്രോഡക്റ്റ് ആയിട്ടാണ് കിടക്കുന്നത്. സോ നമുക്ക് നോക്കാം ഏതെങ്കിലും പ്രോഡക്റ്റിന്റെ ഡെറിവേറ്റീവ് ആണോ ഈ കിടക്കുന്നത് എന്നുള്ള കാര്യം. ഫോർ ദാറ്റ് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷന്റെ ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് എന്നുള്ള കൺസെപ്റ്റ് ആണല്ലോ നമ്മുടെ പ്രോഡക്റ്റ് റൂൾ വരുന്നത്. സോ y into second function d cube by dx cube ആണ്. അത് ഏതിന്റെ ഡെറിവേറ്റീവ് ആണ്, d square y by dx square ന്റെ ഡെറിവേറ്റീവ് ആണ്. ജസ്റ്റ് ഞാൻ ഒന്ന് എഴുതിയെന്നേ ഉള്ളൂ. ദിസ് ഇസ് ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആണ്. ഇതിന്റെ ഡെറിവേറ്റീവ് എന്താണെന്ന് നോക്കാം. വാട്ട് ഇസ് ദ ഡെറിവേറ്റീവ് ഓഫ് ദിസ് വൺ? ദിസ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് what is it, second function into derivative of the first, that is what is it, dy by dx. Okay, ഇനി നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ പിടിയിട്ടും നോക്കിക്കോളാം. just compare this with the equation. നോക്കിക്കേ, y d cube by dx cube ഉണ്ട്, റൈറ്റ്? പിന്നെ എന്താണ്, d square y by dx square into dy by dx ഉണ്ട്, റൈറ്റ്? കോഎഫിഷ്യന്റ് എന്താണ്, സെയിം ആയിരുന്നാലേ പറ്റത്തുള്ളൂ. സോ നമുക്ക് ഇതിനെ റീറൈറ്റ് ചെയ്യാം. എങ്ങനെ റീറൈറ്റ് ചെയ്യാം? ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് 2y d cube y by dx cube പ്ലസ് ഇതിനെ എങ്ങനെ എഴുതാം നമുക്ക്, 2 dy by dx into d square y by dx square. ആ 6നെ സ്പ്ലിറ്റ് ചെയ്താണ് 2 plus 4 അല്ലേ വരേണ്ടത്, പ്ലസ് 4 dy by dx into d square y by dx square is equal to x, right? Is equal to x, right? അപ്പോൾ ഇനി നോക്കിക്കേ, ഈ ടേം എന്ന് നമുക്ക് 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ 2 into y d cube y by dx cube plus dy by dx into d square y by dx square plus 4 into dy by dx into d square y by dx square is equal to x. കൺഫ്യൂഷൻ ആക്കേണ്ട ആവശ്യമില്ല, നോക്കിക്കോളാം. വാട്ട് ഈസ് ദിസ്, ഈ ബ്രാക്കറ്റ് കിടക്കുന്ന ടേം ഈ ടേമും സെയിം അല്ലേ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഈ ബ്രാക്കറ്റിന് പകരം നമുക്ക് എന്ത് എഴുതാം, 2 ഓൾറെഡി ദെയർ ഉണ്ട്, d by dx ഓഫ്, നോക്കിക്കേ ഈ ബ്രാക്കറ്റിൽ കിടക്കുന്നത് ഒരു പ്രോഡക്റ്റ് റൂൾ ആണ്, d by dx of y into d square y by dx square. സോ ഇൻസ്പെക്ഷൻ വെച്ച് നമ്മൾ ഏതിന്റെ ഡെറിവേറ്റീവ് ആണ് കിടക്കുന്നതെന്നാണ് നമ്മൾ എഴുതിയത്. ഇനി അടുത്ത ടേം ഏതാണ്, dy by dx into d square y by dx square ആണ്, റൈറ്റ്?
അപ്പൊ നോക്കിക്കേ, അതും ഏതിന്റെയോ ഡെറിവേറ്റീവ് ആണ്. ഓക്കെ, ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ റൂൾ അല്ലേ. നോക്കിക്കേ, we can write dy by dx of dy by dx the whole square. dy by dx the whole square ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്താ കിട്ടുന്നത്? 2 into dy by dx into derivative of dy by dx. That is what is it? d square y by dx square. Is it right? അപ്പോൾ 2 into dy by dx into d square y by dx square പകരം എന്തെഴുതാം നമുക്ക്? This can be written as plus 4 ആണ് അവിടെ കിടക്കുന്നത്. സോ ബാക്കി എന്ത് വരും? 2 into ഇതിന്റെ അകത്ത് ഈ ടേമിനെ ആരുടെ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാം? d by dx of dy by dx the whole square is equal to എന്തെടുക്കാം? x. Right? നോക്കിക്കേ, this is we have in the equation number 2. അപ്പൊ നമ്മള് തന്നിരിക്കുന്ന ഇക്വേഷനെ ബൈ ഇൻസ്പെക്ഷൻ എന്തായിട്ട് എഴുതി? നമ്മൾ we have written the given equationൽ എന്തായി? ഏതോ സിമ്പിൾ ഡെറിവേറ്റീവ്സ് ആയിട്ട് എഴുതി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? We can integrate, right? Integrating with respect to with respect to x. What will you get? What is that? 2 into ഇന്റഗ്രലും ഡെറിവേറ്റീവും എന്താണ്? ഇൻവേഴ്സ് ആണ്. സോ അത് ക്യാൻസൽ ചെയ്ത് ബാക്കി വരുന്നത് എന്തൊരു? y d square y by dx square വരും. പ്ലസ് 2 into ഇന്റഗ്രലും ഡെറിവേറ്റീവും എന്താണ്? ഇൻവേഴ്സ് ആണ്. സോ ഇത് dy by dx the whole square is equal to what is the derivative? Integral of x, x square by 2 plus എന്തിടാൻ മറക്കരുത്? നമ്മുടെ ഇന്റഗ്രേറ്റിംഗ് കോൺസ്റ്റന്റ് ഇടാൻ മറക്കരുത്. ഓക്കെ, അപ്പൊ ഒരിടത്ത് എത്തി. ഇനിയും നമ്മൾ എന്ത് ചെയ്യണം? സെയിം സാധനം തന്നെ ബൈ ഇൻസ്പെക്ഷൻ മെത്തേഡ് നോക്കണം. നോക്കിക്കേ, ഇതും ഏകദേശം പ്രോഡക്റ്റ് റൂൾ ഫോമാറ്റ് ആണ് കിടക്കുന്നത്. ഈസ് ഇറ്റ് റൈറ്റ്? നോക്കി നോക്കാം. ഏതിന്റെ പ്രോഡക്റ്റ് റൂളാ? നോക്കിക്കേ, d by dx of y, ഫസ്റ്റ് ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് എന്നല്ലേ. അപ്പൊ y dy by dx നോക്കാം, നമുക്ക് ശരിയാണോ നോക്കാം. ഇത് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദ സെക്കൻഡ് പ്ലസ് second into derivative of the first. Derivative of the first ഏതാണ്? dy by dx. So this is equal to y into d square y by dx square plus what is it? What? dy by dx the whole square. See, അവിടെ ഒരു 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ സെയിം സാധനമല്ലേ അവിടെ കിടക്കുന്നത്. സോ we can rewrite this one as ആരുടെ ഡെറിവേറ്റീവ് ആയിട്ട് എഴുതാം? 2 into what is it? 2 into d by dx of ഈ രണ്ട് ടേമിനെ എങ്ങനെ എഴുതാം? ഡെറിവേറ്റീവ് ഓഫ് y into dy by dx which is equal to what is it? x squared by 2 plus c1. ഇങ്ങനെ റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത എന്ത് ചെയ്യാം നമുക്ക്? ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു what is it? x. What will you get? 2 is equal to ഡെറിവേറ്റീവ് ഇന്റഗ്രലും എന്താണ്? It is an inverse process, so it is y dy by dx is equal to what is it? Integrating with respect to example x cube by 3, that is 6 plus c1x. Is it right? Plus എന്തുകൂടെ വരും? ഒരു integrating constant. Again നോക്കിക്കേ, here it is what is it? y dy by dx. ഒന്നുകിൽ നമുക്ക് എന്ത് ചെയ്യാം? വേരിയബിൾ സെപ്പറബിൾ ഫോം ആക്കി എഴുതാം. അല്ലാന്നുണ്ടെങ്കിൽ നോക്കിക്കേ, കിടക്കുന്ന ടേം y dy by dx ആണ്. y dy by dx ആ നോക്കിക്കേ, ആരുടെയോ ഫംഗ്ഷൻ റൂൾ അല്ലേ? d by dx ഓഫ് ഏതാണ്? y സ്ക്വയർ അല്ലേ? what is the derivative of y? d by dx of the function of 2 into y into y ന്റെ ഡെറിവേറ്റീവ് dy by dx, right? അപ്പൊ 2y dy by dx നെ നമുക്ക് എങ്ങനെ റീറൈറ്റ് ചെയ്ത് എഴുതാം? അഗെയിൻ നമ്മൾ റീറൈറ്റ് ചെയ്തു. d by dx ഓഫ് എന്തെന്ന് എഴുതി? y സ്ക്വയർ എന്ന് എഴുതി, which is equal to x cube by 6 plus c1x plus c2. ഇനി എന്ത് ചെയ്യാം? അഗെയിൻ ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എന്ത് ചെയ്യാം? x ചെയ്യാം. ചെയ്യുമ്പോൾ എന്ത് കിട്ടും? y square is equal to ഇന്റഗ്രൽ ഡെറിവേറ്റീവും എന്താണ്? ഇൻവേഴ്സ് പ്രോസസ് ആണ്. സോ രണ്ടും കൂടെ എന്ത് ചെയ്തു പോകും? ക്യാൻസൽ ചെയ്ത് പോകും. y square is equal to what is it? x raised to 4 by 4 ആണ്. അപ്പൊ x raised to 4 by 24 plus x square by 2 plus c2x plus another integrating constant c3. See, this is your solution. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മെത്തേഡുകളൊന്നും ഇവിടെ ഇല്ല. എല്ലാം നമ്മുടെ ബൈ ഇൻസ്പെക്ഷൻ മെത്തേഡാണ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്തു വന്നത്. I hope you understand. Thank you for listening.